നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം എന്നത് സുഖവും അതേപോലെ തന്നെ ദുഃഖവും നിറഞ്ഞതാണ്. സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് സമ്പൂർണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് സ്ഥിരമായി ഒരു ഭാഗ്യം എന്നത് ഒരു സ്ഥിരമായി നിൽക്കുകയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വിഷമഘട്ടങ്ങൾ അതും സ്ഥിരമായി നിൽക്കുകയോ ചെയ്യുകയില്ല ഒരു മനുഷ്യ ജീവിതത്തിലും. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അവർ ജന്മനാ തന്നെ ഭാഗ്യത്തോടു കൂടിയായിരിക്കും ജനിക്കുന്നത്. അത് ജീവിതത്തിലുടനീളം അവർക്ക് മുന്നോട്ട് വരികയും അത് അവരുടെ എത്ര കാലം അവർ ഈ ഭൂമിയിൽ വസിക്കുന്നു അത്രയും കാലം ചില ആളുകൾക്ക് ആ ഭാഗ്യം അവർക്ക് ഉടനീളം ഉണ്ടാകും. എന്നാൽ ചിലർക്കാകട്ടെ 50 വയസ്സിന് ശേഷമായിരിക്കും അവർ ആഗ്രഹിക്കുന്ന അത്രത്തോളം ഒരു ഭാഗ്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അതിനു മുന്നേയുള്ള കാലം ഭാഗ്യം ഇല്ല എന്നതല്ല, എങ്കിൽ പോലും അവർ അർഹിക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭിക്കുന്നത് 50 വയസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് 50 വയസ്സിന് ശേഷം സാമ്പത്തികമായി ഒരു രാജയോഗ തുല്യ പദവി ലഭിക്കുകയും മക്കൾക്കും കുടുംബത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഒരു തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അത് എല്ലാ അർത്ഥത്തിലും കഴിയുന്നത്? ഭാഗ്യകാലം എന്ന് നമ്മൾ പറയാറില്ലേ, ചില നക്ഷത്രക്കാരുടെ ഭാഗ്യകാലം അവരുടെ 50 വയസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് 50 വയസ്സിന് ശേഷം അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യകരമായ ജീവിതം ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ മുഴുവനായി കാണൂ. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ, അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തട്ടെ. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 50 വയസ്സിന് മേൽ 50 വയസ്സിന് ശേഷം ഭാഗ്യം, രാജയോഗ തുല്യമായ പദവികളും ഭാഗ്യങ്ങളും കുടുംബത്തിന് ഐശ്വര്യമായി മാറുന്ന നക്ഷത്രത്തിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. 50 വയസ്സിന് മുന്നേയുള്ള കാലം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലമാണ്. വളരെ പ്രയാസങ്ങളാൽ മനസ്സ് കലുഷിതമായൊരു അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും അശ്വ നക്ഷത്രക്കാർ. എല്ലാവരുടെയും കാര്യമല്ല, ജാതകവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. എന്നാൽ പൊതുവെയുള്ള ഒരു ഫലമാണ് പറയുന്നത്. സൗഭാഗ്യം വരും പോകും എന്നൊരവസ്ഥയിലാണ്, അതായത് കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ അതേപോലെ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും പണം. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് 50 വയസ്സിന് മുന്നേ ഉള്ള കാലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അശ്വ നക്ഷത്രക്കാർക്ക് 50 വയസ്സിന് ശേഷം പിന്നീടുള്ള കാലം പ്രയാസങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്, രാജയോഗ സമയം എന്ന് തന്നെ പറയാം. പല കാര്യങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുകൂല തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ഫലങ്ങൾ അനുകൂലമായി നിങ്ങൾക്ക് വരികയും ചെയ്യുന്ന ഒരു സമയമാണ് 50 വയസ്സിന് ശേഷം. ധാരാളം നേട്ടമുണ്ടാകുന്ന ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ സമ്പത്തില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഉയർച്ച താഴ്ച ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറി 50 വയസ്സിന് ശേഷം താഴ്ച എന്ന ഒരു കാര്യം ചിലപ്പോൾ ചിന്തിക്കേണ്ട വരാതെ ഒരു അവസ്ഥ, അതായത് ഉയർച്ചയിലേക്കായിരിക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന. സന്താന ഭാഗ്യം, മക്കളാൽ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം, അതേപോലെ തന്നെ നിങ്ങളാൽ മക്കൾക്ക് അഭിമാനിക്കാനുള്ള ഭാഗ്യം. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ മോനാണ് ഞാൻ, അമ്മയുടെ മോനാണ് ഞാൻ എന്നൊക്കെ മക്കൾക്ക് അഭിമാനം കൊള്ളാൻ തക്കതായ ഒരു രീതിയിലേക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ ആ ബിസിനസ് ഉയർച്ചയിലേക്ക് വരും. അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ ഐശ്വര്യപൂർണമായ ഒരു എന്ത് കാര്യം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു രാജയോഗ കാലമാണ് 50 വയസ്സിന് ശേഷം അശ്വ നക്ഷത്രക്കാർ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാൽ മക്കൾക്കും അതുപോലെ തന്നെ അവരുടെ ഐശ്വര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാൻ നിങ്ങൾക്കും 50 വയസ്സിന് ശേഷം ഭാഗ്യം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ദേവി കടാക്ഷം വളരെയേറെ ഉള്ള ഒരു നക്ഷത്രമാണ് ഭരണി. ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചതിക്കുഴികൾ പലതിലും പോയി വീണിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ പലർക്കും ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്ത് പല കുഴികളിൽ നിങ്ങൾ പോയി വീണിട്ടുണ്ട്. അത് സ്നേഹബന്ധങ്ങളുടെ പുറത്തൊക്കെയാണ്, നിങ്ങൾക്കറിയാം അത് നാളെ എനിക്ക് തന്നെ പ്രശ്നമാകും എങ്കിൽ പോലും സ്നേഹബന്ധങ്ങളുടെ പുറത്ത് പല വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ പോയി പതിച്ചിട്ടുണ്ട്. ധനനഷ്ടവും വഞ്ചന മാനഹാനി ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 50 വയസ്സിന് ശേഷം കുടുംബസുഖം, ധനധാന്യ സമൃദ്ധി, മക്കൾക്ക് ഉയർച്ച, അവരുടെ ഐശ്വര്യം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭരണി നക്ഷത്രമാണ് അടുത്തത്. 50 വയസ്സിന് ശേഷം
മക്കളുടെ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച, കുടുംബത്തിൻ്റെ മുഴുവനായുള്ള ഒരു ഉയർച്ച, മറ്റുള്ളവരിൽ പോലും അസൂയാവഹമായ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ 50 വയസ്സിന് ശേഷം ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്രങ്ങളുടെ അടുത്തത് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും അതിനു മുന്നേ ഭാഗ്യങ്ങൾ ഇല്ല എന്നല്ല, അതിനേക്കാൾ ഉയർച്ചയോടുകൂടി ഒന്നുകൂടി ഭാഗ്യം ഇരട്ടിക്കുന്ന ഒരു അവസ്ഥ 50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഭരണി. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക കീർത്തിമാനാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ വരികയും അതേപോലെ തന്നെ വഴുതി പോവുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക്. സൗഭാഗ്യം ഒരുപാടുണ്ടായിരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു അവസ്ഥയും വിഷമങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ അത് വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വിഷമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബന്ധത്തിലുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ചതി അനുഭവിക്കേണ്ട ഒരു സമയവും 50 വയസ്സിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ 50 വയസ്സിന് ശേഷം തൊടുന്നതെല്ലാം പൊന്നാകും. അനുകൂലമായ ഒരു സമയം വരുന്ന നക്ഷത്രമാണ് കാർത്തിക. മക്കളാൽ ഗുണം, അനുകൂല ഫലം, രാജയോഗം, എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം, തൊടുന്നതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വർത്തിക്കുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും 50 വയസ്സിന് ശേഷം. അടുത്തത് മൂലം നക്ഷത്രമാണ്. 50 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും സമ്പത്ത് നിങ്ങൾക്ക് നാളെ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒന്നും നിങ്ങൾ നേടിയിട്ടിട്ടില്ല. അത് നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ചിലവുണ്ടായി നിങ്ങൾക്കത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ ഒക്കെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. അല്ലാതെയുമുള്ള അസുഖങ്ങൾ ഒരുപാട് നിങ്ങളെ വലിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാലമൊക്കെ മാറി 50 വയസ്സിന് ശേഷം വളരെയേറെ രാജയോഗം, എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ നേട്ടം, മികച്ച ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് 50 വയസ്സിന് ശേഷം. അപ്പോൾ 50 വയസ്സിന് ശേഷം അനുകൂലമായ ഭാഗ്യങ്ങൾ വരുന്ന ഒരു നക്ഷത്രം അടുത്തത് മൂലം തന്നെയാണ്. മൂലം നക്ഷത്രക്കാർക്കും 50 വയസ്സിന് ശേഷം നല്ല ഒരു ഐശ്വര്യപൂർണ്ണമായ ജീവിതം, പിന്നീടുള്ള ആ ഒരു കാലം നിങ്ങൾക്ക് സന്തോഷമായി ജീവിച്ച്, മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിച്ച്, നിങ്ങൾ വസിക്കുന്ന ആ കുടുംബത്തിൽ തന്നെ നിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇരട്ടി ഭാഗ്യം ആ കുടുംബത്തിലും അംഗങ്ങൾക്കും അതേപോലെ പുറമേയുള്ള ആളുകൾക്ക് കണ്ടാൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രൗഢിയും ഐശ്വര്യത്തോടു കൂടി നിങ്ങൾക്ക് 50 വയസ്സിന് ശേഷം ജീവിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഒരുപാട് പ്രതീക്ഷകളോട് ജീവിക്കുന്ന നക്ഷത്രമാണ്. ഏവർക്കും പ്രതീക്ഷയുണ്ട്, എങ്കിൽ പോലും തിരുവോണ നക്ഷത്രക്കാർ കഠിനാധ്വാനികളാണ്. അതോടൊപ്പം തന്നെ നേടണം, എന്തും നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം കൂടിയുള്ള നക്ഷത്രമാണ്. തളർച്ച എന്നൊരു കാര്യം മനസ്സുകൊണ്ട് വാദിക്കാത്തൊരു നക്ഷത്രമാണ്. കാരണം നമ്മൾ സ്വയം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. പക്ഷേ അർഹിച്ച പല സ്ഥാനമാനങ്ങൾ ലഭിക്കാതാകുന്ന ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർ. എങ്കിലും സ്ഥാനമാനങ്ങൾ പലതും നിങ്ങളിലേക്ക് എത്തേണ്ടത് പല വ്യക്തികൾ അതിനിടയിൽ കയറിയതിനാൽ അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷമങ്ങളൊക്കെ 50 വയസ്സ് വരെ നിങ്ങൾക്കുണ്ടാവുകയും ഏറ്റക്കുറച്ചിലുകൾ സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയും ചെയ്ത ഒരു അവസ്ഥ മാറി 50 വയസ്സിന് ശേഷം എല്ലാ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അതിന് കുടുംബ പരദേവതയുടെ അനുഗ്രഹം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഇഷ്ടദേവത ക്ഷേത്രം ഏതാണോ ഇഷ്ടദേവതയ്ക്ക് തക്കതായ വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ആ ദേവതയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താൻ കൂടി നിങ്ങൾ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം തവിട്ടിലും തേടുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ 50 വയസ്സിന് മുന്നേ ഉള്ള കാലഘട്ടം നിങ്ങൾ ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നെ അത് പല പല കൈകളിലേക്ക്, അത് മക്കളുടെ ആയാലും അല്ലാതെയും പല കൈകളിലായി നിങ്ങളുടെ സമ്പാദ്യങ്ങൾ പല വഴിക്ക് ചിതറി പോയിട്ടുണ്ട്. അത് തിരിച്ച് നിങ്ങളിലേക്ക് കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കിട്ടുമോ എന്നുള്ളത് അത് നമ്മുടെ വിധി പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നല്ല സമയത്തിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. കാരണം വാർദ്ധക്യമാണ് വരുന്നത്. ആ സമയത്ത് മറ്റൊരാളുടെ അധീനതയിൽ അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേട്ട് കഴിയാനിട വരാതിരിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 50 വയസ്സിന് ശേഷം നല്ല മാറ്റം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അവിട്ട നക്ഷത്രം. ആ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്ന സമ്പത്ത് നിങ്ങളുടെ പേരിൽ തന്നെ അതൊന്ന് മാറ്റിവെക്കുവാൻ, നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ആ പണമെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കാനുള്ള ഒരു ഇട കൂടി നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. മക്കളുടെ എല്ലാം ഒരു സ്നേഹവും സഹകരണവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അവിട്ടം നക്ഷത്രം.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 50 വയസ്സിന് ശേഷം സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സന്തോഷകരമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാനും കഴിയുന്ന ഭാഗ്യമുള്ള നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഏവർക്കും ഗുണകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.